അസ്സലാമലൈക്കും, നമസ്കാരം എൻ്റെ കൂട്ടുകാരെ. അപ്പം നമ്മളിന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മളെ ഓർക്കിഡ് ചെടികൾ ഒക്കെ എന്ത് പറ്റി അതുപോലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നത് ഓർക്കിഡ് ചെടിയൊക്കെ നമ്മളിങ്ങനെ ഷെഡ് നമ്മളിപ്പം ഒഴിവാക്കി. അപ്പോൾ ഷെഡ് ഒഴിവാക്കിയപ്പോൾ ഇവർക്ക് നിൽക്കാൻ വേറൊരു സ്ഥലം നമ്മൾ റെഡിയാക്കിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മളെ വീടിൻ്റെ ചുമരിൻ്റെ ഒരു ഭാഗത്തേക്ക് മാറ്റിയതായിരുന്നു കേട്ടോ അവരെ. അപ്പോൾ ഇവരെ എന്താ പറയുക, മൊത്തത്തിൽ ഈ ഒരു ഭാഗത്ത് വെച്ച ചെടികൾ വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ വേറൊരു ഭാഗത്തുള്ള ചെടികൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ സങ്കടമാവും. ഇത് കണ്ടോ, വെയിൽ എന്താ പറയുക, നമ്മളിതുവരെ ഷെയ്ഡ് നെറ്റിൻ്റെ ചോട്ടിലുള്ള ചെടികളായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് വെയിൽ വന്ന് കൊണ്ടപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ ഷെയ്ഡ് ഇപ്പോൾ റെഡിയാക്കിയതാണ് കേട്ടോ. ഇതിങ്ങനെ ആയതിന് ശേഷം അപ്പോൾ ഒരു ദിവസം അത് ഫുള്ള് കുറച്ച് 2-3 ദിവസം അത് ഫുള്ള് വെയിലത്ത് തന്നെയായിരുന്നു. അപ്പോൾ ആയിപ്പോയതാണ് കേട്ടോ ഈ ഒരു ചെടിയൊക്കെ. വേണ്ടില്ല, തീപ്പൊള്ളൽ പോലെ പൊള്ളലേറ്റ പോലെ വന്നിട്ട് ചെടികളൊക്കെ പോയി കേട്ടോ. അത് കണ്ടോ, ഫെലനോപ്സിസ് ചെടിയാണ് കേട്ടോ. അധികം വെയിൽ പറ്റാത്ത ചെടിയാണല്ലോ. അപ്പോൾ അത് നേരിട്ട് ഇങ്ങോട്ട് വെയിലത്തേക്ക് വെച്ചപ്പോൾ സംഭവിച്ചതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ ആരെങ്കിലും ചെടികൾ ഇങ്ങനെ മാറ്റുമ്പോൾ ആദ്യം നമ്മൾ ഇത് കണ്ടോ, ഇത് പറ്റ ഇല അങ്ങനെ പോയി ഇപ്പോൾ ഇങ്ങനെ തേർത്ത് വരികയാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം ഇവൽക്കുള്ളൊരു സ്ഥലം നമ്മൾ ഒരുക്കി വെച്ചിട്ട് മാത്രം നമ്മൾ ഈ ഒരു വേറൊരു പണിക്ക് നിൽക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടില്ലേ, ഇതുപോണായിപ്പോവും കേട്ടോ. ഇന്നത്തെ നമ്മളെ കുറച്ച് 10 മണി പൂക്കളാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് നമ്മൾ കൊട്ടയിൽ വെച്ച 10 മണി പൂക്കളാണ്. നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. ഈ ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് കളറിൽ അല്ലേ, ഒരു നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ്. നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു 10 മണികളാണ്. മൊത്തം ചെടിയും ഫെലനോപ്സിസ് ചെടികൾ മൊത്തം പോയി എന്ന് തന്നെ പറയട്ടോ. സങ്കടമാകുക കണ്ടിട്ട്. എത്രയും ഓർക്കിഡ് മറ്റേ ഡെൻഡ്രോബിയോ കണ്ടില്ലേ, ഡെൻഡ്രോബിയത്തിനുണ്ട് കേട്ടോ. ഡെൻഡ്രോബിയൊക്കെ അങ്ങനെ ആ വെയിലത്ത് വെച്ച് വളർത്തുന്ന ചെടിയാണെങ്കിലും പക്ഷെ എൻ്റെ ചെടികൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ വെയിലത്തേക്ക് മാറ്റുമ്പോൾ ഇതൊക്കെയാണ് കേട്ടോ, കുറേ പോയി. അപ്പോൾ സങ്കടം തന്നെയല്ലേ. നല്ല പൂക്കളൊക്കെ ഉണ്ടാകുന്ന ചെടികൾ കണ്ടില്ലേ, ഈ ഒരു അവസ്ഥയിലേക്കാവുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് എല്ലാ ചെടിയും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആകുമ്പോൾ നമുക്ക് മര്യാദയ്ക്ക് നനയ്ക്കാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ചെടികളൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെടികൾ നമ്മളെ ഷെഡിനൊക്കെ പണിയൊക്കെ ആയിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഒരു സേഫായ സ്ഥലത്തേക്ക് ചെടികൾ മാറ്റിയിട്ട് മാത്രം ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു അവസ്ഥ നിങ്ങൾക്കും വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.